ദൈവനാമം മഹത്വപ്പെടട്ടെ. സർവശക്തനായ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സാബു. ഞാൻ എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം സ്വദേശിയാണ്. ഞാൻ 2018 ജൂലൈ 16 തീയതിയാണ് ഭാര്യയുമായി എത്തി കൃപാസനത്തിലെത്തി ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ 6 നിയോഗങ്ങളിൽ ആദ്യ നിയോഗം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരണമെന്നായിരുന്നു. ഞാൻ 2009 വിവാഹിതനായ വ്യക്തിയാണ്. അതിനുശേഷം 9 വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതിരുന്ന സാഹചര്യത്തിലാണ് 2018 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ ആദ്യ നാളുകളിൽ തന്നെ ഞങ്ങളുടെ ജെനറ്റിക്കൽ ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ ഡോക്ടേഴ്സ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞ് നോർമലായി ലഭിക്കില്ല. നിങ്ങളുടെ മുന്നിൽ 2 മാർഗങ്ങളുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാടക ഗർഭപാത്രത്തിലൂടെ സരോഗസിയിലൂടെ ഒരു കുഞ്ഞിനെ ലഭിക്കാം. ഈ 2 മാർഗങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങൾ പല സ്ഥലങ്ങളിലും ട്രീറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, പരിശുദ്ധ അമ്മ ഇടപെടും. ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. 2018 ഉടമ്പടി എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, വേറെ കൂടുതലായി ഒന്നും പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു, ഇവിടെ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ എൻ്റെ ഉടമ്പടിയിൽ 2ാമതായി വെച്ചിരുന്നത് എൻ്റെ സഹോദരിയുടെ മകളുടെ വിവാഹം നടക്കണം എന്ന കാര്യമായിരുന്നു. മറ്റൊന്ന്, എൻ്റെ ഭാര്യയുടെ അനിയത്തിക്ക് ഒരു ജോലി ലഭിക്കണം, ആ കുടുംബത്തിൻ്റെ ഉയർച്ച, അങ്ങനെ കാര്യങ്ങളായിരുന്നു. എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ജോലിയുടെ കാര്യത്തിൽ വിദേശത്ത് ജോലി ശരിയായി. അതിനെ തുടർന്ന് അനിയത്തിയുടെ വിവാഹം നടന്നു. എൻ്റെ മൂത്ത സഹോദരിയുടെ മകളുടെ വിവാഹം വളരെ ഭംഗിയായി നടന്നു. ഈ ഫെബ്രുവരി 1 തീയതി 2022 1 തീയതി 10 വർഷങ്ങൾക്ക് മുമ്പ് ഏത് ഡോക്ടർ ഞങ്ങളോട് നിങ്ങൾക്ക് നോർമലായ ഒരു കുഞ്ഞിന് ലഭിക്കില്ല എന്ന് പറഞ്ഞു, അവിടെ ആ ഡോക്ടർ തന്നെ ഞങ്ങൾ വീണ്ടും ഒരു മറ്റൊരു കാര്യത്തിന് വേണ്ടി ചോദിക്കാൻ ചെന്നപ്പോൾ വീണ്ടും നമുക്കൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുകയും ഞങ്ങൾക്ക് ഈ 1 തീയതി ഒരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അമ്മയും മോനും സുഖമായിട്ടിരിക്കുന്നു. അതോടൊപ്പം ജീവിതത്തിൽ ചെറുതും വലുതായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ കാലയളവിൽ തന്നു. എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. പക്ഷേ വളരെ അമ്മ, പരിശുദ്ധ അമ്മയുടെ നീല അങ്കിയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ച് വളരെ ചെറിയ പരിക്കുകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചെറിയ പോറലോടുകൂടി രക്ഷപ്പെട്ടു. അതോടെ കുടുംബത്തിലെല്ലാവരും കൃപാസനത്തിൽ എത്താനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ പ്രാർത്ഥനയിലേക്ക് കടക്കാൻ സാധിച്ചു. ദിവ്യബലിയിൽ സജീവമായി പങ്കാളിത്തത്തിനും വിശുദ്ധ കുർബാനയോടുള്ള ആഭിമുഖ്യവുമെല്ലാം ഈ കാലയളവിൽ വർദ്ധിച്ചു. പരിശുദ്ധ അമ്മ വഴി സർവശക്തനായ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒത്തിരി നന്ദി.